നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളെ ഒന്ന് പറഞ്ഞു പോകാം. വൈദിക ജ്യോതിഷ പ്രകാരം 27 നക്ഷത്രങ്ങൾ ഉള്ളതിൽ 4ാമത്തെ നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. ഇടവൻ രാശിയിൽ 10 ഡിഗ്രി മുതൽ 23 ഡിഗ്രി 20 മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് ആഴത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓരോ നക്ഷത്രത്തിലും ജനിച്ച വ്യക്തികളെ കുറിച്ചുള്ള സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകൾ അടങ്ങുന്ന വീഡിയോ 2 ഭാഗങ്ങളിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇത് പൊതുവായിട്ട് സ്ത്രീകൾക്കുള്ള വിശേഷ ഫലങ്ങളെയാണ് പറയുന്നത്. ആദ്യം നമുക്ക് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ചില ഗുണഗണങ്ങളെ ഒന്ന് പറഞ്ഞു പോകാം. ഇവർ സൗന്ദര്യവും ആകർഷണമുള്ളവരുമാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പലപ്പോഴും അവരുടെ ശാരീരിക സൗന്ദര്യത്തിനും ആകർഷകമായ വ്യക്തിത്വത്തിനും പേര് കേട്ടവരാണ്. സന്തോഷവും വിജയവും നൽകുന്ന ആളുകളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കാനുള്ള സ്വാഭാവികമായ ഒരു കഴിവ് ഇവർക്കുണ്ടാകും. ഇവരുടെ കലാത്മകവും സർഗാത്മകവുമായിട്ടുള്ള കഴിവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒന്നാണ്. കലാ, സംഗീതം, മറ്റ് സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവയോട് ഇവർക്ക് ശക്തമായിട്ടുള്ള ഒരു മതിപ്പുണ്ടാകും. ഡിസൈനിങ് രംഗം, സംഗീതം അല്ലെങ്കിൽ നൃത്തം പോലെയുള്ള സർഗാത്മകത ഉൾപ്പെടുന്ന കരിയറുകൾ രോഹിണി നക്ഷത്രത്തിലെ സ്ത്രീകൾക്ക് മികവ് പുലർത്താൻ സാധിക്കുന്നതാണ്. ഇവരുടെ പരിപോഷണത്തിലും പരിചരണത്തിലുമുള്ള താല്പര്യത്തെ പറയേണ്ടിയിരിക്കുന്നു. രോഹിണി നക്ഷത്രത്തിലെ സ്ത്രീകൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ശക്തമായ ആഗ്രഹത്തോടെ അവയൊക്കെ പരിപോഷിപ്പിക്കുകയും കരുതുകയും ചെയ്യുന്നു. അവർ മികച്ച പരിചരണകരോ കൗൺസിലർമാരോ അധ്യാപകരോ ഒക്കെയായി നമുക്ക് കാണാം. ഇവരുടെ വിശ്വാസ്യതയും പ്രതിബദ്ധതയും നമുക്ക് വീണ്ടും പറയേണ്ടിയിരിക്കുന്നു. അവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വിശ്വസ്തരാണ്, പ്രതിബദ്ധത നന്നായി ഉള്ളവരാണ്. കൂടാതെ ദീർഘകാല ബന്ധങ്ങളെ ഇവർ വിലമതിക്കുന്നവരാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ശക്തവും നിലനിൽക്കുന്നതുമായ ബന്ധം കെട്ടിപ്പടുക്കാൻ മുൻഗണന നൽകുന്നുണ്ട്. ഇനി നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ ചില വിപരീത സ്വഭാവങ്ങളെ കൂടി ഒന്ന് പറഞ്ഞു പോകാം. ഭൗതികമായിട്ടുള്ള ആസക്തി ഇവരുടെ ഒരു പ്രത്യേകതയാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ശുക്രന്റെ രാശിയിൽ ആയതുകൊണ്ട് തന്നെ ഇവർ ഭൗതിക സ്വത്തുക്കളിലും സമ്പത്തിലും അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാകാം. ആഡംബരത്തിനായിട്ടുള്ള ഇവരുടെ ആഗ്രഹത്തെ ലളിതമായിട്ടുള്ള ജീവിത സമീപനത്തിലൂടെ സന്തുലിതമാക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ഷാഠ്യ പ്രകൃതിയും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇവർ ഷാഠ്യക്കാരും മാറ്റങ്ങളെ ചെറുക്കുന്നവരുമാകാം. ഇത് പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. രോഹിണി നക്ഷത്രത്തിലെ സ്ത്രീകൾ കൂടുതൽ വഴക്കമുള്ളവരും തുറന്ന മനസ്സുള്ളവരുമായിരിക്കാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ മറ്റൊരു പ്രത്യേകത അമിതമായിട്ടുള്ള ആസക്തിയാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആളുകളോടോ സ്ഥലങ്ങളോടോ വസ്തുക്കളോടോ അമിതമായി അടുപ്പം കാണിക്കാം. അത് ഉത്കണ്ഠയും സമ്മർദ്ദത്തിനും ഇവർക്ക് കാരണമാകും. ഇവർ ഒരകൽച്ചയും ആന്തരിക സമാധാനവും വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് ആഡംബരങ്ങളിലും ആനന്ദങ്ങളിലും ഒഴുകുവാനുള്ള പ്രവണത ഉണ്ടായിരിക്കും. അത് അമിതത്വത്തിനും അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകും. രോഹിണി നക്ഷത്രത്തിലെ സ്ത്രീകൾ ആത്മനിയന്ത്രണത്തിനും മിതത്വത്തിനും മുൻഗണന നൽകിയാൽ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇവരുടെ തൊഴിലും വിജയ ജീവിതപാതയും ഒക്കെ ഒന്ന് പരിശോധിക്കാം. കലയും രൂപകൽപ്പനയുമാണ് ആദ്യം പറയേണ്ടത്. അവരുടെ സർഗാത്മകത അവരെ കല, ഡിസൈനിങ് തുടങ്ങി മറ്റ് സൃഷ്ടികരമായിട്ടുള്ള മേഖലകൾ എന്നിവയിലെ തൊഴിലുകൾക്ക് അനുയോജ്യരാക്കുന്നു. സംഗീതവും പ്രകടനവും മറ്റൊരു പ്രത്യേകതയാണ്. ഇവർക്ക് സംഗീതം,
നൃത്തം അല്ലെങ്കിൽ മറ്റ് പ്രകടനപരമായിട്ടുള്ള കലകളിൽ കഴിവുകൾ ഉണ്ടാകാം. ഫാഷനും സൗന്ദര്യവും മറ്റ് എടുത്തു പറയേണ്ട തൊഴിൽ രംഗമാണ്. രോഹിണി നക്ഷത്രത്തിലെ സ്ത്രീകൾ ഫാഷൻ, സൗന്ദര്യം അല്ലെങ്കിൽ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ എന്നിവയിലെ തൊഴിലുകളിലേക്ക് ആകർഷിക്കപ്പെട്ടേക്കാം. ഇവരുടെ ആതിഥ്യ മര്യാദയും ഉപഭോക്തൃ സേവനവും ഒക്കെ വീണ്ടും കൂടുതലായി പറയേണ്ടിയിരിക്കുന്നു. ഇവരുടെ പരിപോഷണവും കരുതലും ഉള്ള സ്വഭാവവും മറ്റുള്ളവരെ സഹായിക്കുന്ന വേഷങ്ങൾക്ക് ഇവരെ അനുയോജ്യരാക്കുന്നു. അത്തരത്തിലുള്ള തൊഴിലുകൾ ഇവർക്ക് കൂടുതൽ ഭൂഷണമാണ്. നമുക്കിനി ഇവരുടെ ബന്ധങ്ങളെ കുറിച്ചൊന്ന് പരിശോധിക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. സ്നേഹവും വാത്സല്യവും ഇവരിലുണ്ട്. ഇവർ പങ്കാളികളിൽ നിന്ന് സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവർ പ്രണയപരവും വികാരഭരിതരുമായിരിക്കാം. ഇക്കാര്യത്തിൽ ഇവരുടെ വിശ്വസ്തതയും പ്രതിബദ്ധതയും ഒക്കെ നമുക്ക് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. രോഹിണി നക്ഷത്രത്തിലെ സ്ത്രീകൾ പങ്കാളികളോട് വിശ്വസ്തരും പ്രതിബദ്ധത ഉള്ളവരുമാണ്. കൂടാതെ അതുതന്നെ തിരിച്ചും ഇവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. സ്ഥിരതയും സുരക്ഷയും ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഇവർ ഇവരുടെ ബന്ധങ്ങളിൽ സ്ഥിരതയും സുരക്ഷയെയും വിലമതിക്കുന്നു. ദീർഘകാല പ്രതിബദ്ധതയ്ക്ക് മുൻഗണന നൽകുന്നവരുമാണ്. ഇവരുടെ സൗന്ദര്യവും പ്രണയസങ്കല്പവും ഒക്കെ നമുക്ക് ചൂണ്ടിക്കാട്ടേണ്ടതായിട്ടുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അവരുടെ ബന്ധങ്ങളിലെ പ്രണയം ആംഗ്യങ്ങളായും മനോഹരമായിട്ടുള്ള ചുറ്റുപാടുകളിലേക്കും ഒക്കെ വിലമതിക്കുന്നവരാണ്. വെല്ലുവിളികളും വളർച്ചയും ഒക്കെ മറ്റൊരു പ്രത്യേകതയാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ചില മേഖലകളിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ഒന്ന്, ഇവരുടെ ആസക്തിയും വേർപിരിയലും മൂലമാണ്. ആരോഗ്യകരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം ഒരു അകൽച്ചയും ആന്തരിക സമാധാനവും വളർത്തിയെടുക്കാൻ അതുകൊണ്ട് തന്നെ ഇവർ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഭൗതികത്വവും ലാളിത്യവും രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ലളിതമായ സമീപനത്തിലൂടെ ആലംബനത്തിനായിട്ടുള്ള ഇവരുടെ ആഗ്രഹത്തെ സന്തുലിതമാക്കേണ്ടതായിട്ടുണ്ട്. വഴക്കവും പൊരുത്തപ്പെടലുമാണ് ഇവർ വെച്ചു പുലർത്തേണ്ട മറ്റൊരു കാര്യം. പ്രത്യേകിച്ച് മാറ്റമോ അനിശ്ചിതത്വമോ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഇവർ കൂടുതൽ വഴക്കമുള്ളവരും തുറന്ന മനസ്സുള്ളവരുമായിരിക്കാൻ ഇവർ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓം മഹാലക്ഷ്മിയെ ച വിദ്മഹേ വിഷ്ണുപ്രിയായ ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന മന്ത്രത്തെ ഇവർ നിത്യം ജപിക്കുന്നത് ഇവർക്ക് ജീവിത വിജയം നേടിത്തരുന്നതിന് സഹായകരമാകും. എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.